ഈ ചെറിയ കിറ്റൻ ഷോക്കേസിൽ കയറിയപ്പോൾ അടുത്ത സംഭവിച്ചത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യത്തേയില്ല. നമ്മുടെ ജെനി കിറ്റൻ ഇന്ന് ഫുൾ മിഷൻ മോഡിലാണ്. ഷോക്കേസിന്റെ അടുത്തെത്തി അവൾ അതിനകത്ത് കയറുകയും ചെയ്തു. ഒക്കെ കണ്ട് ഇന്ന് മാക്സിമം റെസ്റ്റ് ഇല്ല. ചെയർ ഉപയോഗിച്ച് പതുക്കെ അവളും ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഹെഡ് ഇൻസൈഡ്, ഫുൾ ബോഡി അകത്ത് കയറ്റി. ഇപ്പോൾ സിറ്റുവേഷൻ വളരെ ടൈറ്റ് ആയി കേട്ടോ. ജെനിക്കിപ്പോ ഒട്ടും സ്പേസ് ഇല്ല. മാക്സ് ഓൾറെഡി ഫുൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. മാക്സ് പുഷ് ചെയ്യുന്നു. എന്തോ സീരിയസ് ആയിട്ട് അവളും സെർച്ച് ചെയ്യുന്നുണ്ട്. മാക്സ് ആണെങ്കിൽ ജെനിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്തോട്ട് പോകും തോറും അവർക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ ആയിക്കൊണ്ടിരിക്കുക. മാക്സ് അങ്ങോട്ട് പോകും തോറും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവായി ജെനി. പക്ഷെ ജെനിക്കാണെങ്കിൽ നിൽക്കാനും സ്ഥലമില്ല. അവൾ ഇങ്ങനെ കോർണർ ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ മാക്സ് ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ജെനി ആണെങ്കിൽ മാക്സിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾ എന്തിനെയാണ് പുറത്തോട്ട് നോക്കിയിരിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോ വേണ്ട ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇത് ആരുടേത് എന്ന പോലെ ടെൻഷൻ. ജെനി മാക്സിനോട് പറയാൻ ശ്രമിക്കുക, എനിക്ക് നിൽക്കാൻ പോലും വയ്യടാ, സ്പേസ് ഇല്ല. അവൾ മാക്സിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇന്ന് ചെറിയൊരു ഫൈറ്റ് വൈബിലേക്ക് മാറുമെന്നൊരു ഡൗട്ടുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവള് താഴോട്ട് നോക്കുന്നുണ്ട്. എന്താണോ പോയി നോക്കുന്നത്. ഇനിയാണെ മാക്സിനെ കൈകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുക. മാക്സിന് അവസാനം മനസ്സിലായി അത്ര പന്തിയല്ലാന്ന് തോന്നി. മാക്സ് ചെയറിൽ കാല് വെച്ചിട്ട് ജെനിയെ ഇങ്ങനെ നോക്കിയിരുന്നു. അവളെ ഗ്രൈൻഡ് പോലും ചെയ്തു. ഫൈനലി മാക്സ് പുറത്തേക്ക് ജമ്പ് ചെയ്തു. അങ്ങനെ ചെയറിലേക്ക് പെർഫെക്റ്റ് ഒരു ലാൻഡിങ്. പക്ഷെ നമ്മുടെ ജെനി സ്റ്റിൽ വിട്ടുകൊടുക്കുന്നേ ഇല്ല. വീണ്ടും എന്തോ സെർച്ച് മോഡിലാണ് അവളിപ്പോ. ഇപ്പോൾ അവള് പ്ലാൻ ചെയ്യുക, കൂടുതലും മേളിലോട്ട് കയറിയാലോ എന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. കേസിലൊക്കെ പൊട്ടുന്ന ബോട്ടിലൊക്കെ ഉണ്ട്. ഇനി ഇവര് ബ്രേക്ക് ആക്കോ ഒക്കെ ഞങ്ങൾക്കും ടെൻഷൻ കൂടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ജെനിക്ക് ജമ്പ് ചെയ്യാൻ ഭയങ്കര പേടിയാണെന്ന് തോന്നി. അവൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. ഇത് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, അവസാനം ഞങ്ങൾ എന്നെ തന്നെ അവിടെ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ മിഷൻ കംപ്ലീറ്റ്. പക്ഷെ ഇപ്പോഴും ഒരു മിസ്റ്ററി ബാക്കി നിൽക്കുന്നുണ്ട്. എന്തെന്നാൽ കാരണം ജെനി എന്താണ് അവിടെ അന്വേഷിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടിട്ട്? ആണെന്ന് തോന്നുന്നത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഞങ്ങളുടെ കിറ്റൻസിന്റെ ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. കിറ്റൻസ് ഫോളോ യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക. ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്.